പ്രധാന വാർത്തയിലേക്ക്. തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 4 മരണം. വൈകുണ്ഠദ്വാര ദർശനത്തിനെത്തിയ ടിക്കറ്റ് എടുക്കാനെത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ലാൽ കൃഷ്ണൻ ചേരുന്നുണ്ട്. ലാൽ, എപ്പോഴായിരുന്നു അപകടം? എന്താണ് വിശദാംശങ്ങൾ? വെള്ളിയാഴ്ചയാണ് വൈകുണ്ഠ ഏകാദശി തിരുപ്പതിയിൽ ഉണ്ടാകുന്നത്. ഹിന്ദു വിശ്വാസപ്രകാരം വൈകുണ്ഠ ഏകാദശി വ്രതം നേർത്തു തൊഴുന്നവർക്ക് നേരിട്ട് സ്വർഗം ലഭിക്കും എന്നുള്ളതാണ്. ഈ ദർശനത്തിന് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അന്യായമായ തിരക്ക് തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്നു. തിരക്ക് നിയന്ത്രണ വിധേയമായിരുന്നില്ല. ഇപ്പോഴും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമല്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ഒടുവിൽ കിട്ടുന്ന വിവരം. ഈ തിരക്കിനിടയിൽ ഒരു സ്ത്രീ താഴേക്ക് വീഴുകയും ഇവരെ ചവിട്ടി മിതിച്ചുകൊണ്ട് മറ്റുള്ളവർ പോവുകയുമായിരുന്നു. ഇതാണ് സംഭവവികാസങ്ങളുടെ തുടക്കമായി മാറുന്നത്. ഈ അപകടത്തിൽപ്പെട്ട സ്ത്രീയാണ് നിലവിൽ മരണമടഞ്ഞിരിക്കുന്നത്. ഇവരടക്കം 4 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ തിരുപ്പതിയുടെ ദേവസ്ഥാനത്തിന് കീഴിലുള്ള ആശുപത്രികളിലേക്കാണ് ഇവരെ മാറ്റിയിരിക്കുന്നത്. ഇതോടൊപ്പം നിരവധി പേർക്ക് കാര്യമായി തന്നെ പരിക്കും പറ്റിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് തിരുപ്പതി. ഒരു നിമിഷം എന്ന് ഇടപെടുകയാണ്. അതായത് ഈ ഇത്രയും തിരക്കുണ്ടാകുക അത് സ്വാഭാവികമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻ വർഷങ്ങളിൽ സമാനമായ രീതിയിൽ തിരക്കുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇത് നിയന്ത്രിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാത്തതിന്റെ പ്രശ്നവും കൂടി ആ പ്രദേശത്തുണ്ടോ? സാധാരണഗതിയിൽ നിയന്ത്രണ വിധേയമായ രീതിയിൽ തന്നെയാണ് തിരുപ്പതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്യൂ സംവിധാനം പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ ഏകാദശി വ്രതം എന്ന് പറയുന്നത് തിരുപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഈ ഏകാദശി ദർശനം എന്ന് പറയുന്നത്. ഈ തിക്കും തിരക്കിലും അകപ്പെട്ട ആളുകളിലാണ് 6 മരണം. നിലവിൽ ആ മരണം 6ആയി മാറിയിട്ടുണ്ട്. ഈ 6 മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ ആളുകൾക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. ഇത് തിരുപ്പതി ക്ഷേത്രത്തിന്റെ താഴെ ഭാഗത്ത് പ്രത്യേകമായിട്ടുള്ള കൗണ്ടർ ഉണ്ട്. ഈ കൗണ്ടറിലാണ് ടിക്കറ്റ് എടുക്കാൻ സാധിക്കുക. ഈ കൗണ്ടറിലാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അതായത് തിരുപ്പതി ക്ഷേത്രത്തിലല്ല, നേരെ മറിച്ച് ക്ഷേത്രത്തിന്റെ ഏറ്റവും താഴ്ഭാഗങ്ങളിൽ, മലയുടെ താഴ്ഭാഗങ്ങളിലായിട്ടുള്ള ടിക്കറ്റ് കൗണ്ടറിലാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഏറിയ പങ്കും തമിഴ്നാട് സ്വദേശികളാണ് ദർശനത്തിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി എത്തിയിരുന്നത്. വെള്ളിയാഴ്ച നടക്കാൻ പോകുന്ന ദർശനത്തിന് മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എത്തിയവരാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നതിൽ ഏറെയും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ പോലീസ് സംവിധാനം, ദേവസ്ഥാനത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പുറമെ ആന്ധ്രയിൽ നിന്നുള്ള കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണ തോതിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനോടൊപ്പം ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. പക്ഷേ ടിക്കറ്റ് എടുക്കാൻ എത്തിയവരുടെ എണ്ണം ക്രമാതീതമായിരുന്നു. നേരത്തെ തയ്യാറാക്കി വന്നിരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് നമ്മുടെ ശബരിമലയിലെ അടക്കം മകരവിളക്ക് കാണാൻ എത്തുന്നതിനേക്കാൾ സമാനമായ രീതിയിലുള്ള ആളുകളുടെ ഒരു ഫ്ലോ തന്നെ ആ പ്രദേശത്തേക്ക് ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഏറെ ആളുകളാണ് തിരുപ്പതി ദർശനത്തിന് വേണ്ടി വൈകുണ്ഠ ഏകാദശി ദർശനത്തിന് വേണ്ടി എത്തുന്ന സ്ഥിതിയുള്ളത്. സാധാരണഗതിയിൽ ഉള്ള ഹിന്ദു മിത്തോളജി അനുസരിച്ച് ആ വൈകുണ്ഠ ഏകാദശി വ്രതം നോറ്റ് തൊഴുകുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും നേരിട്ടുള്ള സ്വർഗം പോകാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തേക്ക് ഈ വൈകുണ്ഠ ഏകാദശി വ്രതം നോറ്റ് ദർശനത്തിന് വേണ്ടി എത്താനുള്ള തിരക്ക് പ്രമാണിച്ച് അവിടേക്ക് എത്തിയിരിക്കുന്നത്. ഈ തിരക്കിലും പെട്ട് താഴെ വീണ സ്ത്രീ അടക്കമുള്ള 6 പേരുടെ മരണമാണ് നിലവിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതുകൂടാതെ നിരവധി ആളുകൾ പരിക്ക് പറ്റിയും ചതവും മറ്റു കാര്യങ്ങളും പറ്റിയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ ആളുകളെ അവിടെ നിന്ന് മാറ്റാനുള്ള സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് പൂർണ്ണ തോതിലുള്ള വിജയം കണ്ടിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. തിരക്കിൽ ഈ അകപ്പെട്ടിരിക്കുന്ന ആളുകളിൽ ഏറിയ പങ്കും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ദേവസ്ഥാനത്തിന്റെ കൗണ്ടർ സെന്ററിൽ തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവസ്വത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകളും മറ്റു കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം ആന്ധ്ര ഗവൺമെന്റും വിഷയത്തിൽ കാര്യമായി തന്നെ ഇടപെടാനാണ് നിലവിൽ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും അവിടേക്ക് വിന്യസിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിലാണ് ഈ തിരക്ക് പുരോഗമിക്കുന്നത്. ശരി, നാഷണൽ ഡെസ്കിൽ നിന്നും ലാൽ കൃഷ്ണനാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സ്ഥലത്തേക്ക് എത്തിച്ചതായുമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ലാൽ കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.